രാഹുൽ കീഴടങ്ങരുത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നലെ മുൻകൂർ ജാമ്യം ലഭിക്കില്ല, അറസ്റ്റ് തടയില്ല എന്ന വിധി വന്നതോടുകൂടി സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾക്കെല്ലാം ഏതാണ്ട് അടക്കമായി എന്ന് തോന്നുന്നു. ഇന്നലത്തെ അത്ര ആവേശമൊന്നും കാണാനില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തോട് പറയുവാനുള്ളത് യാതൊരു കാരണവശാലും നിങ്ങൾ കീഴടങ്ങരുത് എന്നാണ്. ട്രിവാൻഡ്രം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് മാത്രമാണ് നിങ്ങളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഇനിയും നിയമപരമായി എത്രയോ അവസരങ്ങളുണ്ട്. രാഹുൽ കീഴടങ്ങും. കാസർഗോഡ് ഹോസ്ദുർഗിലെ കോടതിയിൽ കീഴടങ്ങും, മൊബൈൽ ഓണായി എന്നൊക്കെ ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എങ്കിലും രാഹുൽ കീഴടങ്ങുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് തോന്നുന്നത്. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി വിജയിക്കുക എന്ന് പറയുന്നത് അയാളുടെ ആവശ്യമാണ്. രാഷ്ട്രീയപരമായി ഇനി അദ്ദേഹത്തിന് നിലനിൽക്കണമെങ്കിൽ നിയമപരമായി വിജയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ രാഹുൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഹൈക്കോടതി ആ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്രകാരം നോട്ട് ടു അറസ്റ്റ് എന്നൊരു ഉത്തരവ് കിട്ടിയാൽ തന്നെ രാഹുൽ വിജയിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, എത്ര തിടുക്കപ്പെട്ടാണ് കോടതി ഉത്തരവ്. ഇവർക്ക് ഉറപ്പുണ്ടായിരുന്നു വിധി ഇപ്രകാരമായിരിക്കുമെന്ന്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള ആ പത്രക്കുറിപ്പ് തയ്യാറാക്കി വെച്ചിരുന്നു. അതുപോലെ തന്നെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് നസീറ തള്ളി എന്ന ആ മെസ്സേജ് വന്ന ഉടൻ തന്നെ അതോടൊപ്പം തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് മുന്നിൽ നിന്ന ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ അതേസമയം തന്നെ പ്രഖ്യാപിച്ചു രാഹുലിനെ നിന്നും പുറത്താക്കി എന്ന്. അതായത് പാർട്ടി അധ്യക്ഷൻ പ്രസ്താവിക്കുന്നതിന് മുമ്പ് തന്നെ ഏഷ്യാനെറ്റ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അതിനുശേഷമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും കേക്കച്ചനും ഒക്കെ രംഗത്ത് എത്തുന്നത്. കേക്കച്ചൻ പറഞ്ഞത് കേൾക്കുക, അത് ഇന്നലെ തന്നെ ഞങ്ങൾ പുറത്താക്കി എന്ന്. ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇവർ വളരെ ആസൂത്രിതമായി എന്തു വില കൊടുത്തും രാഹുലിനെ ഒതുക്കുക, തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഒരു സംഘടിത ആക്രമണമായിരുന്നു എന്ന് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറയുന്നു. അത് യാഥാർത്ഥ്യമാണെന്ന് ഇന്നലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും കീഴടങ്ങരുത്, അറസ്റ്റിന് ഒരു അവസരം ഉണ്ടാക്കരുതെന്നാണ് പറയുവാനുള്ളത്. ഇന്ന് അദ്ദേഹം മാറി നിന്നിട്ട് 9ാം ദിവസമാണ്. MLA കാണുവാനില്ല, അദ്ദേഹം നാട് വിട്ടുപോയി ഒളിവിലാണ് എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്രകാരം ഒരു കള്ളക്കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യാൻ പറ്റാവുന്ന ഏക കാര്യമാണ് മാറി നിൽക്കുക എന്നത്. ഈ ഇടത് സർക്കാരിന്റെ പോലീസ് രാഷ്ട്രീയ നിർദ്ദേശപ്രകാരം അവർ ചാർത്തി കൊടുത്ത വകുപ്പുകൾ അവരുടെ മുന്നിൽ കീഴടങ്ങിയാൽ അവർ എന്ത് ചെയ്യുമെന്ന് നമ്മൾക്ക് സാധാരണക്കാർക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കുക, കോടതിയെ സമീപിക്കുക. കോടതിയിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാണ്. പക്ഷെ ഈ അറസ്റ്റ് എന്നൊരു നാടകം ഒഴിവാക്കണം. കാരണം ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ കാര്യം ഇല്ല. ഈ സംഭവം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു. 9 ദിവസം മുമ്പ് വരെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ആക്റ്റീവായി. അന്നേരം ഒന്നും പരാതിയില്ലായിരുന്നു. ഈ ബലാത്സംഗ കേസ് എന്ന് പറയുന്നത് നിൽക്കുന്നതല്ല എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചു. പിന്നെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനൊന്നും കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ആവശ്യം ഒന്നും ഇല്ല. ഈ തെളിവുകളൊന്നും ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന തെളിവുകൾ ആയതിനാൽ രാഹുലിനൊന്നും നശിപ്പിക്കേണ്ട കാര്യമില്ല, നശിപ്പിക്കാനും പാടില്ല. ഈ ഗർഭസംബന്ധമായ കേസുമായി ബന്ധപ്പെട്ട തൊണ്ടി എന്താണ്? അത് രാഹുലിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് ഒളിപ്പിക്കാനോ മുറിച്ചു മാറ്റാനോ പാത്തു വെക്കാനോ പറ്റുന്ന സാധനമല്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ വളരെ വ്യക്തമാണ്, ഒരു തൊണ്ടി കണ്ടെടുക്കേണ്ട ആവശ്യം ഇതിലില്ല, ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ആവശ്യമില്ല. അത് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാകേണ്ടുന്ന കാര്യമാണ്. പക്ഷെ ഈ രാഷ്ട്രീയ നാടകത്തിന് എങ്ങനെ കൂട്ടുനിന്നു, എങ്ങനെ ആ രാഷ്ട്രീയ നാടകത്തിൽ കോടതി പോലും തള്ളിക്കളയുകയാണെങ്കിൽ ഒരു സാധാരണ പൗരന്റെ അവസ്ഥ എന്താകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുലിനോട് പറയുവാനുള്ളത് യാതൊരു കാരണവശാലും പോലീസിനെ കീഴടങ്ങരുത്, കോടതിയെ സമീപിക്കുക, കോടതിയിൽ നിന്നും അനുകൂലമായ വിധി നേടുക എന്നത് മാത്രമാണ് മുന്നിലുള്ള പോംവഴി. അതുപോലെ ഇന്നലെ കേക്കച്ചനും സംഘവും ആഹ്ലാദത്തിമിർപ്പിൽ ആറാടുകയായിരുന്നു. കാരണം
രാഹുലിനെ പെടുത്തിയില്ലെങ്കിൽ ഇയാളുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമാകുന്ന ആ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ എടുത്ത നിലപാട് ശരിയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി കേക്കച്ചൻ അതിന്റെ ഏത് എക്സ്റ്റെന്റും പോകേണ്ടുന്നത് അയാളുടെ ആവശ്യമായിരുന്നു. ഈ കേക്കച്ചൻ ഒരു വിഷയം വരുമ്പോൾ പിണറായി സർക്കാർ എത്രത്തോളം അതിന് കൂട്ടുനിൽക്കുന്നു, കേക്കച്ചൻ ഇട്ടുകൊടുത്ത ഈ വിഷയം എത്ര സമർത്ഥമായി അവർ എക്സിക്യൂട്ട് ചെയ്തു, പരസ്പര സഹായ സഹകരണ സംഘമായി വർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പിണറായി ചോദിച്ചതും വളരെ പ്രസക്തമാണ്. ഈ രാഹുലിന്റെ കാര്യത്തിൽ കാണിച്ച ആവേശം എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും എം വിൻസെന്റിന്റെ കാര്യത്തിലും എന്തുകൊണ്ടുണ്ടായില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുപോലെ ഇത് തൻ്റെ ഒരു നേട്ടമായിട്ടും തൻ്റെ പോലീസ് ഉചിതമായ നടപടി സ്വീകരിച്ചു എന്നും പറഞ്ഞ് ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നോക്കുക, ഈ കോൺഗ്രസ്സുകാരന്മാരുടെ പിടിപ്പുകേട് കൊണ്ട്, ഇവന്മാരുടെ കഴിവില്ലായ്മ കൊണ്ട് ഇത് കണ്ടോ, ഈ വിഷയത്തെ ആളിക്കത്തിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള എല്ലാം അതിൽ മുക്കി. ഇന്നലെ രാഹുലിന് ജാമ്യം നിഷേധിച്ച അതേ ദിവസം തന്നെയായിരുന്നു പത്മകുമാറിന്റെ കേസ് വീണ്ടും കോടതി പരിഗണനയ്ക്കെടുത്തു. അദ്ദേഹത്തെ വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ആ സ്വർണം അടിച്ചു മാറ്റിയതും ഇയാളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്രകാരം ഒരു നടപടി. പക്ഷെ അതൊന്നും ഇവിടെ ആരും ചർച്ചാ വിഷയമാക്കിയില്ല, ചർച്ച ചെയ്തില്ല. ഏറ്റവും വളരെ അപ്രസക്തമായി ആ വിഷയവും ശ്രദ്ധിക്കാതെ പോയി. ഇന്ന് പിണറായി തന്റെ വിജയമായി ഇത് അവതരിപ്പിച്ച് രാഹുലിനെ ഏറ്റവും വലിയ ഒരു സൈക്കോപാത്തായി അവതരിപ്പിച്ച് കോൺഗ്രസ്സുകാരന്മാർ മുഴുവൻ ഇതുപോലുള്ള ആഭാസന്മാരാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച് പത്രസമ്മേളനം നടത്തുമ്പോൾ തലകുനിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരന്മാരാ, നിന്റെയൊക്കെ നേതാവായ ഈ കേക്കച്ചന്റെയും ഈ അരമനക്കിങ്ങണിയുടെയും കഴിവില്ലായ്മ കൊണ്ടാണ് കോൺഗ്രസിന് ഈ ഗതികേട് വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയം വന്നപ്പോൾ തന്നെ പരാതിക്കാരി പോലീസിന് പരാതി കൊടുക്കൂ, പോലീസ് അന്വേഷിക്കട്ടെ, കോടതി ശിക്ഷിക്കട്ടെ എന്ന നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഈ വിഷയം ഇന്ന് 117-ാം ദിവസം ഇന്നും ഈ വിഷയം ഇതുപോലെ ആളിക്കത്തിച്ച് ഈ ഭരണകൂട വിരുദ്ധ വികാരം ഇല്ലാതാകില്ലായിരുന്നു. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് പ്രതിസന്ധിയിലാകില്ലായിരുന്നു. അതുപോലെ ഇനി രാഹുലിന്റെ മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാഹുലിന്റെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് നിയമപരമായ വഴി മാത്രമാണ്. അതുകൊണ്ടാവാം അദ്ദേഹം ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റ് തടയുക, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അദ്ദേഹം ഇന്ന് ഫയൽ ചെയ്തു. കോടതി ഇന്നത് പരിഗണിക്കുമെന്ന് നമുക്ക് കരുതാം. അത് മാത്രമാണ് ഉടനടിയുള്ള ഏക പോംവഴി. അറസ്റ്റ് തടയുവാൻ ശ്രമിക്കുക. അറസ്റ്റ് തടയുവാൻ ശ്രമിച്ചാൽ ഈ വിഷയത്തിൽ രാഹുൽ 50% വിജയിച്ചു എന്ന് നമുക്ക് പറയാം. മുൻകൂർ ജാമ്യം ലഭിക്കാത്ത സാഹചര്യമുള്ളതിനാൽ അദ്ദേഹത്തെ ഏത് നിമിഷം വേണമെങ്കിലും പോലീസിന് അറസ്റ്റ് ചെയ്യാം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിപുലീകരിച്ച് അദ്ദേഹത്തെ കോടതിയിൽ നിന്നൊരു നടപടി വരുന്നതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം അനുവദിക്കുകയോ അറസ്റ്റ് തടയുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പോലീസ് പരക്കം പായുകയാണ്. അതുകൊണ്ട് തന്നെ പിടികൊടുക്കാതെ മാറി നിൽക്കുക കോടതി വിധി വരെ. അതുപോലെ ഈ കേസുകളെ കോടതിയിൽ നിയമപരമായി നേരിടുക. കോടതിയെയാണ് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഏതാണ്ട് ഇതിന്റെ പിന്നിലുള്ള പൊറാട്ട നാടകങ്ങളും ഇത് ആസൂത്രിതമാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് കോടതിയിൽ ഈ കേസുകളെ നേരിടുക, തന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നത് മാത്രമാണ് രാഹുലിന്റെ മുന്നിലുള്ള ഏക പോംവഴി. അതുപോലെ ഒരു MLA ആയ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ അനുമതി ഒന്നും ആവശ്യമില്ല. ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. എന്നാൽ MLA ക്വാർട്ടേഴ്സിൽ വെച്ചോ നിയമസഭയിൽ വെച്ചോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. അതുപോലെ യാതൊരു കാരണവശാലും രാഹുൽ രാജിവെക്കരുത്. കാരണം രാജിവെക്കുവാൻ കോൺഗ്രസിന് ആവശ്യപ്പെടാൻ പറ്റത്തില്ല, കോടതിക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല, അതുപോലെ ആർക്കും ആവശ്യപ്പെടാൻ പറ്റത്തില്ല. എന്നാൽ രാഹുൽ സ്വമേധയാ പാർട്ടി അംഗത്വം രാജിവെച്ചാൽ, അതല്ലെങ്കിൽ സഭയിൽ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്താൽ സ്പീക്കർക്ക് വേണമെങ്കിൽ അയോഗ്യനാക്കാം. അല്ലാതെ ഒരാൾക്കും രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും രാജി വെക്കേണ്ട ആവശ്യമില്ല. ഈ കേസുമായി ഇതിനെ നിയമപരമായി നേരിടുമ്പോൾ ഏതായാലും ഇനി 5-6 മാസം കൂടിയേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളൂ. അതിനിടയ്ക്ക് നിയമപരമായി ഈ വിഷയത്തിൽ യാതൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ കുറ്റക്കാരനാണെന്ന് ശിക്ഷ വിധിക്കുകയോ അതല്ലെങ്കിൽ രാഹുലിന്റെ നിരപരാധിത്വം തെളിയുകയോ ഇല്ല ഈ 6 മാസത്തിനുള്ളിൽ.
ഈ കേസ് നീണ്ടുപോകും. പക്ഷേ യാതൊരു കാരണവശാലും രാഹുൽ തന്റെ MLA സ്ഥാനം ഇവന്മാരെ പേടിച്ച് രാജിവെക്കേണ്ട ആവശ്യമില്ല. കേസിനെ കോടതിയിൽ നിയമപരമായി നേരിടുക, MLA എന്ന നിലയ്ക്ക് അദ്ദേഹം തുടരുക. ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാലക്കാട്ടെ ജനങ്ങൾക്ക് സത്യം അറിയാം, അവർ ഒപ്പമുണ്ടാവും. ഇതിലും വലിയ ആരോപണങ്ങൾ നടത്തി അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലും ഈ 115 ദിവസവും അവർ കൂടെ നിന്ന ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന് MLA സ്ഥാനം യാതൊരു കാരണവശാലും രാജിവെക്കരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ ഉയർന്ന മറ്റൊരു ചോദ്യമാണ് ഈ കേസ് കൊണ്ട് രാഹുലിന്റെ ഭാവി തകരുമോ എന്ന്. രാഹുലിന്റെ ഭാവി തകർക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ കേക്കച്ചനും സംഘവും ഇത് ആസൂത്രണം ചെയ്തതെന്നത് യാതൊരു സംശയവുമില്ല. എന്നാൽ യാതൊരു കാരണവശാലും ഭാവി തകരുവാൻ രാഹുൽ അനുവദിക്കരുത്. രാഹുലിനെ നിയമപരമായി നേരിട്ട് വിജയിച്ചാൽ ഒരു ശക്തിക്കും രാഹുലിനെ തകർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാദം കൊണ്ട് ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇപ്പോൾ ഈ 116, 117 ദിവസം നിൽക്കുമ്പോഴും ഇതുപോലെ തേജോവധം ചെയ്യുമ്പോഴും ഇതിന്റെ പിന്നിലുള്ള കളി എന്താണ്, അതിന്റെ പൊളിറ്റിക്കൽ മോട്ടീവ് എന്താണ്, ഈ കേക്കച്ചനും സംഘവുമാണ് ഇതിന്റെ പിന്നിലെന്ന് ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ എതിർക്കുന്നവരാരാണ്? ഇടതുപക്ഷവും BJP-ക്കാരുമാണ് തുടക്കത്തിലും അപ്പോഴും ഇപ്പോഴും എതിർത്തുകൊണ്ടേയിരിക്കുന്നത്. അവർ നാളെയും അവർ എതിർക്കും. അതുകൊണ്ട് ആ എതിർപ്പിനെ വകവെക്കേണ്ട കാര്യമില്ല. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ യാഥാർത്ഥ്യം അറിയാം. അതുകൊണ്ട് തന്നെ ഭാവി തകരുമെന്നുള്ള ഒരു പേടി പോലും വേണ്ട. നിയമപരമായി ഈ കേസ് ഫൈറ്റ് ചെയ്യുക, വിജയിക്കുക. അതുപോലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ സമയത്തിൽ ജയിലിലായാൽ പോലും നിയമസഭ കൂടുമ്പോൾ സ്പീക്കറുടെ അനുമതിയോടുകൂടിയോ കോടതിയുടെ അനുവാദത്തോടുകൂടിയോ സഭയിൽ പങ്കെടുക്കാൻ പറ്റും. ഇനി നടക്കുവാനുള്ളത് ബജറ്റ് സമ്മേളനമാണ്. ആ ബജറ്റ് സമ്മേളനത്തിൽ രാഹുൽ ഇത്തരത്തിൽ ഇവന്മാർ പിടിച്ച് റിമാൻഡിലായാൽ പോലും സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഇപ്രകാരം അനുമതി ഉണ്ടെങ്കിൽ പങ്കെടുക്കാം. കോടതി കുറ്റക്കാരനായി വിധിക്കുകയും കുറഞ്ഞത് 2 വർഷമെങ്കിലും തടവ് ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥയും ഉണ്ടായാൽ മാത്രമാണ് 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം MLA അയോഗ്യനാകുന്നത്. അതല്ല എങ്കിൽ അതിന് താഴെയുള്ള ശിക്ഷയോ അതല്ലെങ്കിൽ ശിക്ഷ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുകയോ ചെയ്താൽ യാതൊരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് മത്സരിക്കാനോ MLA ആകാനോ അതല്ലെങ്കിൽ ഏത് പദവികൾ വഹിക്കുവാനോ ഒന്നും യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ ഈ അയോഗ്യത ശിക്ഷ വിധിച്ച നാൾ മുതൽ തന്നെ പ്രാബല്യത്തിൽ വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നിയമസഭയുടെ കാലാവധി തീരുവാൻ ഇനി 5-6 മാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഇപ്രകാരമുള്ള ഒരു വിധിക്കുള്ള ഒരു സ്കോപ്പ് ഈ വിഷയത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് യാതൊരു കാരണവശാലും MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന്. അതുപോലെ ഈ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി ജയിലിലായി അല്ലെങ്കിൽ അതിലധികം വർഷം ശിക്ഷ ലഭിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും പരമാവധി ശിക്ഷ വിധിച്ചാൽ പോലും 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുണ്ടാവും. പിന്നീട് ആയുഷ്കാലം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, രാഷ്ട്രീയ ജീവിതം തകർന്നു എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. ഒന്നും സംഭവിക്കില്ല. രാഹുലിനെ സംബന്ധിച്ചോളം ഈ വിഷയം ഇത് കോടതിയിൽ പാളം തോൽക്കും എന്ന് 100% ഉറപ്പുള്ള ഒരു കേസാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ അപ്രകാരം ഒരു ഭയത്തിന്റെ പോലും ആവശ്യമില്ല. അഥവാ ഏറ്റവും വലിയ ശിക്ഷ വിധിച്ചാൽ തന്നെ 6 വർഷത്തേക്കാണ് ഒരു അയോഗ്യതയ്ക്കുള്ള സ്കോപ്പ്. അതുകൊണ്ട് ഇവന്മാരെ പേടിച്ച് തകർക്കുവാൻ നോക്കിയ ഇവന്മാരെ പേടിച്ച് രാഹുൽ യാതൊരു കാരണവശാലും MLA സ്ഥാനം ഉപേക്ഷിക്കുകയോ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയോ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട ആവശ്യവുമില്ല. ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുക. അറ്റ് എനി കോസ്റ്റ് കോടതിയിൽ കോടതിയെ സമീപിക്കുക, നിയമപരമായി നേരിടുക. എങ്ങനെയെങ്കിലും ഹൈക്കോടതിയിൽ നിന്നും നോട്ട് ടു അറസ്റ്റ് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നേടുക. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഹൈക്കോടതിയിൽ നിന്നും അത് ലഭിക്കുന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുക. ഉറപ്പായും ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവന്മാർ എന്തൊക്കെ പ്രൊപ്പഗണ്ട നടത്താലും ഏതായാലും ചെയ്യാവുന്ന വേലകളെല്ലാം ചെയ്തു. ഉണ്ടാക്കാൻ പറ്റാവുന്ന നാശങ്ങളെല്ലാം ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. വിട്ടുകൊടുക്കരുത്. ഈ ഒരു ഒച്ചയും ബഹളവും ഒക്കെ ഈ 1-2 ദിവസം ഉണ്ടാക്കാൻ പറ്റിയാൽ അതുകൊണ്ടൊന്നും ഇത് അവസാനിക്കില്ല, അടങ്ങില്ല, തീരില്ല. അതുകൊണ്ട് രാഹുൽ ചെയ്യേണ്ടുന്നത് യാതൊരു കാരണവശാലും കീഴടങ്ങരുത് പോലീസിന്. ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുക, നോട്ട് ടു അറസ്റ്റ് സമ്പാദിക്കുക.
അതല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നേടുക, ഈ കേസിനെ കോടതിയിൽ നേരിടുക, ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കും. അതുപോലെ തന്നെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറ്റിയ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അത് ഏറ്റുപറയുക, നടന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയുക. ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.